പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കേരളത്തിലെ മാധ്യമപ്രവർത്തകർക്കെതിരായി നിരന്തരമായി കേസുകൾ എടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ പിണറായി വിജയൻ. ഏതാണ്ട് ഒരു മാസം മുമ്പാണെന്ന് തോന്നുന്നു ഏഷ്യാനെറ്റിലെ അഖില നന്ദകുമാർ എന്ന് പറഞ്ഞൊരു വനിതാ മാധ്യമപ്രവർത്തകർക്കെതിരെ കേസെടുത്തു. അതിനുശേഷം ഇപ്പോൾ 24 ന്യൂസിലെ വിനീത വിജി എന്ന് പറഞ്ഞ ഒരു മാധ്യമപ്രവർത്തകർക്കെതിരെ കേസെടുത്തു. അതുപോലെ തന്നെ ജനം ചാനലിലെ ഒന്ന് രണ്ട് മാധ്യമപ്രവർത്തകർക്കെതിരെയും ഒരു ക്യാമറാമാനെതിരെയും കേസെടുത്തു. ജനം ചാനലിലെ മുതിർന്ന മാധ്യമപ്രവർത്തകൻ അനിൽ നമ്പ്യാരെ നിരന്തരമായി കേസുകളെടുത്ത് പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഏഷ്യാനെറ്റിലെ അഖില നന്ദകുമാർക്കെതിരെ എടുത്തിട്ടുള്ള കേസ് കോടതി തന്നെ ചവിട്ടുകൊട്ടയിൽ കളഞ്ഞു. ഈ വിനിത വിജി എന്ന് പറഞ്ഞവർക്കെതിരെ എടുത്തിട്ടുള്ളതൊക്കെ ഏറ്റവും വലിയ അസംബന്ധമാണ്. 120B എന്ന് പറഞ്ഞിട്ടുള്ള ഗൂഢാലോചനയും 308 എന്ന് പറഞ്ഞ വധശ്രമവുമാണ് ആ മാധ്യമപ്രവർത്തകരെതിരെ എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ജനം ചാനലിൻ്റെ മാധ്യമപ്രവർത്തകർക്കെതിരെ എടുത്തത് എന്താണ്? അവരുടെ മഹിളാ മോർച്ച പ്രവർത്തകർ DGPയുടെ ഓഫീസ് DGPയുടെ വീട്ടിലേക്ക് കടന്നു കയറി അവർ സമരം നടത്തി. അത് റിപ്പോർട്ട് ചെയ്യാൻ പോയ ജനം ചാനലിലെ 2 മാധ്യമപ്രവർത്തകർക്കെതിരെയും ഒരു ക്യാമറാമാനെതിരെയുമാണ് കേസ്. ആ കേസിലെ വകുപ്പെന്ന് പറയുന്നത് എന്താണ്? DGPയുടെ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറിയ മഹിളാ മോർച്ച പ്രവർത്തകർക്ക് ഇട്ടിരിക്കുന്ന അതേ വകുപ്പുകൾ തന്നെയാണ് ഈ ജനം ചാനലിൻ്റെ മാധ്യമപ്രവർത്തകർക്കെതിരെയും ഇട്ടിരിക്കുന്നത്. ഇനി ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്താ? DGPയുടെ ഓഫീസിലേക്ക് മഹിളാ മോർച്ച പ്രവർത്തകർ അതിക്രമിച്ച് കയറുമ്പോൾ അവിടെ എല്ലാ മാധ്യമങ്ങളുടെയും പത്രപ്രവർത്തകരുണ്ടായിരുന്നു. അവിടെ മനോരമ ഉണ്ടായിരുന്നു, മാതൃഭൂമി ഉണ്ടായിരുന്നു, മീഡിയ 1 ഉണ്ടായിരുന്നു, 24 ന്യൂസ് ഉണ്ടായിരുന്നു, കൈരളി ഉണ്ടായിരുന്നു. ഇവിടെ എല്ലാവരുടെയും മാധ്യമപ്രവർത്തകരുണ്ടായിരുന്നു. അതിൽ ജനം ചാനലിൻ്റെ മാത്രം മാധ്യമപ്രവർത്തകർക്കെതിരെ കേസ് എടുത്തിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ നിരന്തരമായി കേസുകൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് മാധ്യമപ്രവർത്തകർക്കെതിരായിട്ട് പിണറായി സർക്കാർ. അതിനെതിരെ വലിയ വിമർശനങ്ങളൊക്കെ ഉയർന്നു വരുന്നുണ്ട്. ഈ കേസുകൾ എടുക്കുന്നത് എന്തിനാണ്? ഈ കേസുകൾ എടുക്കുന്നത് മാധ്യമപ്രവർത്തകരെ ഭയപ്പെടുത്തി നിർത്താനാണെന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. ഇതൊക്കെ കോടതിയിൽ വരുമ്പോൾ തള്ളിപ്പോകാൻ പോവുകയാണ്. പക്ഷേ മാധ്യമപ്രവർത്തകരെക്കെതിരായിട്ട് ഈ കേസെടുക്കുന്നത് അവരെ ഭയപ്പെടുത്താൻ വേണ്ടിയിട്ടാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ലല്ലോ. അങ്ങനെ കേരളത്തിലെ പിണറായി സർക്കാർ മാധ്യമപ്രവർത്തകർക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുകയും അവർക്കെതിരെ കേസെടുത്ത് അവരെ പീഡിപ്പിക്കാനും അവരെ ഭയപ്പെടുത്താനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണല്ലോ നമ്മളിപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതിനിടയിലും പത്രങ്ങളിൽ CPMൻ്റെ ചില തുരപ്പനെലികൾ, ചില മോൾസ് എന്ന് ഇംഗ്ലീഷിൽ പറയും. മോൾസ് എന്നുള്ളതിനാണ് മലയാളത്തിൽ തുരപ്പനെലി എന്ന് പറയുന്നത്. അങ്ങനെ ചില തുരപ്പനെലികൾ കേരളത്തിലെ മാധ്യമങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നും ഈ CPMൻ്റെ നേതൃത്വത്തിലുള്ള പിണറായി സർക്കാർ മാധ്യമങ്ങൾക്കെതിരായിട്ട് അതിശക്തമായ ആക്രമണം അഴിച്ചുവിടുകയും അവർക്കെതിരെ കേസെടുക്കുകയും അവരുടെ വായടപ്പിക്കുകയും ചെയ്യുന്നതിനിടയിലും CPMനെ കർട്ടന് പുറകിൽ നിന്ന് പിന്തുണയ്ക്കുന്ന മുതിർന്ന മാധ്യമ പ്രവർത്തകർ കേരളത്തിലെ മാധ്യമങ്ങളിലുണ്ട്, ഇപ്പോഴും ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് അവർക്ക് ഇംഗ്ലീഷിൽ മോൾസ് എന്ന് ഞാൻ പറഞ്ഞത്. മോൾസ്. അതിലൊരു പ്രധാനപ്പെട്ട പത്രലേഖകൻ്റെ പേരാണ് ശ്രീമാൻ സുജിത് നായർ. അദ്ദേഹം മലയാള മനോരമയിലെ തിരുവനന്തപുരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ബ്യൂറോ ചീഫോ മറ്റോ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിണറായി വിജയൻ സർക്കാർ മാധ്യമങ്ങൾക്കെതിരെ അതിശക്തമായിട്ടുള്ള ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും അവരെ വായടപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴും അവരെ ഭയപ്പെടുത്താൻ ശ്രമിക്കുമ്പോഴും മലയാള മനോരമ എന്ന് പറയുന്ന ഈ പ്രധാനപ്പെട്ട പ്രമുഖമായിട്ടുള്ള ദിനപത്രത്തിലിരുന്ന് CPMന് വേണ്ടി വിടുവേല ചെയ്യാൻ ഈ സുജിത് നായർ എന്ന് പറഞ്ഞ ഈ മാധ്യമപ്രവർത്തകന് ഒരു ഉളുപ്പുമില്ല എന്ന് പറയുന്നതിൽ എനിക്ക് ലജ്ജ തോന്നുന്നു സുഹൃത്തുക്കളെ. പുറമേ CPMനെതിരായിട്ട് വലിയ വിമർശനം ഉയർത്തുന്ന CPM വിരുദ്ധ ചേരിയിൽ നിൽക്കുന്ന പത്രമാണ് മലയാള മനോരമ എന്നാണല്ലോ പണ്ട് EMS പറഞ്ഞത് നമ്മൾ കേട്ടിട്ടില്ലേ? CPMനെ മലയാള മനോരമ പുകഴ്ത്തുമ്പോൾ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്ന് തോന്നണമെന്ന് പണ്ട് EMS പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും CPMനെതിരായിട്ട് ശക്തമായി ആക്രമണോത്സുകതയിൽ മുന്നിൽ നിൽക്കുന്നത് മലയാള മനോരമയാണെന്നാണല്ലോ നമ്മൾ ധരിച്ചു വശായി വെച്ചിരിക്കുന്നത്. എന്നാൽ മലയാള മനോരമയിൽ ഇപ്പോഴും CPMന് വേണ്ടി വിടുവേല ചെയ്യുന്ന മുതിർന്ന മാധ്യമപ്രവർത്തകർ പോലും ഉണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമായിട്ടാണ് സുജിത് നായരുടെ അനുഭവം ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കേരളീയം എന്ന് പറഞ്ഞ പങ്ക്തിയിൽ അദ്ദേഹം 2 ദിവസം മുമ്പ് ഒരു വാർത്ത എഴുതിയിരുന്നു. അതായത് CPMലെ മുതിർന്ന നേതാവും ഇപ്പോൾ അവഗണിക്കപ്പെട്ട് നിൽക്കുന്ന ആളുമായിട്ടുള്ള G സുധാകരൻ CPMന് നേതൃത്വത്തിനെതിരെ അതിശക്തമായിട്ടുള്ള വിമർശനവുമായി രംഗത്ത് വന്നിരുന്നു. ആ വിമർശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുജിത് നായർ കേരളീയം എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ പങ്ക്തിയിൽ മനോരമയിൽ എഴുതിയിട്ടുള്ള ഒരു ചെറിയ ലേഖനത്തിൽ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് CPMൽ ആദ്യം ഉണ്ടായിരുന്നു, പിന്നീട് CPMൽ നിന്ന് പുറത്തുനിന്ന് MLA ആയി, ഇപ്പോൾ CPMലേക്ക് തിരിച്ചു വന്ന KK ഷാജു ഉണ്ട്.
കെ ഷാജുവിന് CPM-നകത്ത് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയിലെ മറ്റൊരു സ്ഥാനം കൊടുത്തുവെന്നും ആ സ്ഥാനത്തിനേക്കാൾ താഴ്ന്ന സ്ഥാനത്താണ് ഇപ്പോൾ ജി സുധാകരൻ നിൽക്കുന്നതെന്നും അപ്പോൾ ജി സുധാകരൻ അതുകൊണ്ടുണ്ടായ കൊതിക്കെറിവ്, ജി സുധാകരൻ അതുമൂലമുണ്ടായിട്ടുള്ള പരിഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ജി സുധാകരൻ ഇപ്പോൾ CPM-നെതിരായിട്ടുള്ള ഈ വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുന്നത് എന്നാണ് ഈ CPM-ന് വേണ്ടി മലയാള മനോരമയിൽ ഇപ്പോഴും പ്രവർത്തിക്കുന്ന സുജിത് നായർ പറയുന്നത്. എങ്ങനെയുണ്ട്? ജി സുധാകരൻ ശക്തമായിട്ടുള്ള എതിർപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. ആ എതിർപ്പ് CPM-നെതിരെ ശക്തമായ വിമർശനവുമായി ജി സുധാകരൻ രംഗത്ത് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ വാർത്ത മനോരമ 1-ാം പേജിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അകത്ത് ആ ദിവസമോ പിറ്റേ ദിവസമോ കൊടുത്ത വിശകലനാത്മകമായിട്ടുള്ള ലേഖനത്തിൽ ഈ സുജിത് നായർ എന്ന് പറയുന്ന അദ്ദേഹത്തിന് CPM ബന്ധം വേറെയുമുണ്ട്. ഞാനതിൻ്റെ വിശദാംശങ്ങളിൽ ഇന്ന് പോകുന്നില്ല. ഇന്നലെ രാവിലെ എൻ്റെ സുഹൃത്ത് ആ ബന്ധം എന്നെക്കുറിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാനതിലേക്കൊന്നും ഇപ്പോൾ പോകുന്നില്ല. അയാൾ വിശകലനാത്മകമായി എഴുതുന്ന ലേഖനത്തിൽ CPM-ന് വേണ്ടി വിടുവേല ചെയ്തിട്ട് അദ്ദേഹം പറയുകയാണ്, ജി സുധാകരൻ CPM-നെ എതിർത്തത് ഈ പരിഭവം കൊണ്ടാണ്. തന്നെക്കാൾ ഉയർന്ന സ്ഥാനത്തേക്ക് CPM-ൽ നിന്ന് പോയിട്ട് തിരിച്ചു വന്ന കെ ഷാജുവിനെ പ്രതിഷ്ഠിച്ചതിലുള്ള പരിഭവം കൊണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ ട്രൂ കളർ എന്താണെന്ന് സുജിത് നായർ അന്ന് തന്നെ തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ അതിനേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സെപ്റ്റംബർ 30-ാം തീയതി ഈ VN വാസവന് തുറമുഖ വകുപ്പ് കൊടുത്തപ്പോൾ മലയാള മനോരമയിൽ ഈ സുജിത് നായർ എഴുതിയ ലേഖനമാണ് അദ്ദേഹത്തിൻ്റെ ചോറ് എവിടെയാണ് കൂറെവിടെയാണ് എന്ന് തെളിയിച്ചിരിക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ചോറ് മനോരമയിലാണെങ്കിലും കൂറ് AKG സെൻട്രലാണ് എന്നുള്ളതിൻ്റെ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധത്തിലുള്ള ഉദാഹരണമാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളതും മനോരമ പ്രസിദ്ധീകരിച്ചിട്ടുള്ളതുമായ, ഒരുപക്ഷെ മനോരമയുടെ കൂടെ അറിവോടുകൂടിയാണെന്ന് എനിക്കറിയില്ല, പ്രസിദ്ധീകരിച്ചിട്ടുള്ളതുമായിട്ടുള്ള ഈ ലേഖനം. ആ ലേഖനം ഞാൻ ഇപ്പോൾ വിശകലനം ചെയ്യാൻ പോവുകയാണ്. ഞാൻ ആദ്യമായി പറയാനുള്ള ഇതുപോലൊരു ലേഖനം ദേശാഭിമാനി പത്രത്തിൽ പോലും വന്നിട്ടുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, പൊതുമണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഈ തുറമുഖം എന്ന് പറഞ്ഞ വകുപ്പെടുത്ത് VN വാസവന് കൊടുത്തത് പിണറായി വിജയൻ്റെ ഏകാധിപത്യ പ്രവണതയായിട്ടാണ് പൊതുജനം കാണുന്നത്. CPM-ൻ്റെ അണികൾ പോലും അങ്ങനെയാണ് കാണുന്നത്. എന്നാൽ അക്കാര്യത്തിൽ CPM-നെ വെളുപ്പിച്ചുകൊണ്ട്, CPM-നെ മുഖം രക്ഷിച്ചുകൊണ്ട് ഈ സുജിത് നായർ അദ്ദേഹം എഴുതിയിരിക്കുകയാണ് മനോരമയിൽ, വിഴിഞ്ഞത്തോടെ തുറമുഖം മേജറായി CPM-ൻ്റേതായി, ഗണേശൻ്റെ സിനിമാ മോഹം അനുചിതമെന്ന് വിലയിരുത്തൽ, അതാണ് തലവാചകം. എന്നിട്ട് അദ്ദേഹം CPM-നെ അങ്ങോട്ട് വെളുപ്പിച്ചെടുക്കുകയാണ്, അലക്കി വെളുപ്പിക്കുകയാണ് ഈ സുജിത് നായർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ മാധ്യമപ്രവർത്തകൻ. അദ്ദേഹം പറയുകയാണ്, വിഴിഞ്ഞത്തോടെ തുറമുഖ വകുപ്പിന് കൈവന്ന വർദ്ധിച്ച പ്രാധാന്യം കണക്കിലെടുത്ത് CPM നേതൃത്വത്തിൽ നിന്നൊരാൾ വരട്ടെ എന്ന തീരുമാനമാണ് മന്ത്രിസഭയിലെ മാറ്റത്തിലൂടെ നടപ്പിലായത്. അതായത് CPM-ൻ്റെ ഒരു സ്വന്തം ലേഖകനായി ഈ മലയാള മനോരമയിലെ ഈ സുജിത് നായർ അധപ്പതിക്കുകയാണ്. അതായത് CPM-ൻ്റെ വാദഗതി എന്താണോ അത് അദ്ദേഹത്തിൻ്റെ വാദഗതിയായി എടുത്ത് നമ്മുടെ മുമ്പിൽ അദ്ദേഹം ഛർദ്ദിച്ചു വെക്കുകയാണ്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ വാസവനെ തന്നെ തുറമുഖം ഏൽപ്പിച്ചതിലും അതാണ് പ്രകടമാകുന്നത്. അദ്ദേഹം പറയുകയാണ്, മലയാള മനോരമയിൽ ഇരുന്നുകൊണ്ട് ഈ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ CPM-ന് വേണ്ടി വിടുവേല ചെയ്യുകയാണ്. എന്നിട്ട് പറയുകയാണ്, എന്നാൽ വാസവൻ കൂടി പങ്കെടുത്ത സെക്രട്ടേറിയറ്റ് യോഗത്തിൽ നടന്നില്ല. കേരളത്തിലെ പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗങ്ങളുമായി മാത്രമാണ് ഇക്കാര്യത്തിൽ ആശയവിനിമയം നടന്നത്. വകുപ്പ് വിഭജനം മുഖ്യമന്ത്രിയുടെ അധികാരത്തിൽപ്പെട്ടതിനായതിനാൽ പാർട്ടി ഫോറത്തിലെ ചർച്ച ഒഴിവാക്കി. എങ്ങനെയുണ്ട്? അതായത് ദേശാഭിമാനി ലേഖകം പോലും ഇങ്ങനെ എഴുതി വെക്കില്ല. പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ തീരുമാനിച്ചപ്പോൾ പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ തീരുമാനിച്ചാൽ ഉടനെ തന്നെ ദേശാഭിമാനിലേക്ക് വിവരം കൊടുക്കുന്നതിന് മുമ്പ് സുജിത് നായർക്കാണ് വിവരം കൊടുക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, എന്താണ് പറയുന്നത്? VN വാസവൻ്റെ പ്രവർത്തന മികവ്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തോളത്തെ തട്ടി അനുമോദിക്കണം സുജിത് നായരെ. ഈ VN വാസവൻ്റെ മികവ് മലയാള മനോരമ, ഞാനൊക്കെ തന്നെ എൻ്റെ വീട്ടിലൊക്കെ വരുത്തുന്ന മലയാള മനോരമ പത്രത്തിലൂടെ ദേശാഭിമാനിക്ക് വേണ്ടി CPM-ന് വേണ്ടി ഇയാൾ വിടുവേല ചെയ്തിട്ട് പറയുകയാണ്, VN വാസവൻ എന്തോ ഭയങ്കര പ്രവർത്തന മികവാണെന്നൊന്നും നമ്മൾ പൊതുജനങ്ങൾക്ക് തോന്നിയിട്ടില്ല 2-2.5 വർഷക്കാലമായി. അതായത് പിണറായി വിജയനെ പുകഴ്ത്തുകയും കാലം കാത്തുവെച്ച കർമ്മയോഗി എന്ന് പറയുകയും ദൈവം കേരളത്തിൽ നിന്ന് വരദാനമാണെന്നൊക്കെ പറയുന്ന, കോട്ടയത്തെ മണ്ണ് നവകേരള സദസ്സിൻ്റെ പിണറായി വിജയൻ്റെ പാദസ്പർശമേറ്റ മണ്ണാണെന്നൊക്കെ പറയുന്ന പിണറായി വിജയനെ പുകഴ്ത്തുന്ന, അയാളുടെ പുറഞ്ചൊറിയുന്ന ഒരാളായിട്ടാണ് VN വാസവനെ കണ്ടത്. പക്ഷേ VN വാസവന് ഭയങ്കര പ്രവർത്തന മികവാണെന്നാണ് സുജിത് നായർ പറയുന്നത്. കാര്യങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കുന്ന മന്ത്രി എന്ന വിലയിരുത്തൽ വാസവനെ ഏൽപ്പിക്കാനുള്ള കാര്യങ്ങളിലൊന്നായി പാർട്ടി കേന്ദ്രങ്ങൾ കരുതുന്നു. ഇയാളെന്താ പാർട്ടി കേന്ദ്രങ്ങളുടെ വിവരം നമുക്ക് തരാൻ വേണ്ടിയിട്ടാണോ ഈ മലയാള മനോരമയിൽ ജോലി ചെയ്യുന്നത്?
പാർട്ടി കേന്ദ്രങ്ങളുടെ വിവരങ്ങൾ പാർട്ടി പത്രവും പാർട്ടിയും തന്നോളും സുഹൃത്തെ. അത് പറയാനാണോ നിങ്ങളിത് ശ്രമിക്കുന്നത്? സഹകരണ മേഖലയിൽ പൊളിച്ചെഴുത്തിന് വഴിവെക്കുന്ന സഹകരണ ഭേദഗതി ബിൽ 1 വർഷത്തിനുള്ളിൽ പാസ്സാക്കുന്നതിന് പകരം 9 മാസത്തിനുള്ളിൽ പാസ്സാക്കാൻ കഴിഞ്ഞുവെന്ന്. എൻ്റെ പൊന്ന് സുജിത് നായരെ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ തൊഴുകൈകളോടെ നിൽക്കാനാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ VN വാസവൻ്റെ പ്രവർത്തന മികവിനെ കുറിച്ചിട്ടാണല്ലോ പറയുന്നത്. ഞങ്ങൾ VN വാസവൻ്റെ കീഴിലുള്ള സഹകരണ മേഖലയുടെ പ്രവർത്തന മികവ് 2.5 വർഷക്കാലമായി ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ സഹകരണ ബാങ്കുകളിൽ നടക്കുന്ന കോടികളുടെ കൊള്ള, അതാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ കോടികളുടെ കൊള്ള നടന്നതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളാണ് ഓരോ ദിവസവും ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് 12 CPM നേതാക്കന്മാരെ ED ചോദ്യം ചെയ്യാൻ പോകുന്നുള്ള വാർത്തയാണ് ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നിങ്ങൾ മനോരമയ്ക്കകത്തിരുന്ന് CPMന് വേണ്ടി വിടുവേല ചെയ്തുകൊണ്ട് പറയുകയാണ് ഇയാളെന്തോ വലിയ പ്രവർത്തന മികവ് കാണിച്ചെന്നിട്ട് ഭേദഗതി ബില്ല് 1 വർഷത്തിനുള്ളിൽ പാസ്സാക്കുന്നതിന് പകരം 9 മാസത്തിനുള്ളിൽ പാസ്. ഞാൻ ചോദിക്കുന്നത്, നാണമില്ലേ സുജിത് നായരെ നിങ്ങൾക്ക്? ഇതെങ്ങനെയാണ് VN വാസവൻ്റെ പ്രവർത്തന മികവാകുക? അത് സെക്രട്ടേറിയറ്റിലെ കുറച്ച് ഉദ്യോഗസ്ഥന്മാരുടെ പ്രവർത്തന മികവല്ലേ? അതെങ്ങനെയാണ് VN വാസവൻ്റെ മികവായി മാറുന്നത്? VN വാസവൻ്റെ മികവ് എന്താണെന്ന് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ദയവായി മലയാള മനോരമ പത്രത്തിൽ ഇരുന്നുകൊണ്ട് ദേശാഭിമാനിക്ക് വേണ്ടിയാണ് ഈ പണിയുന്നതെങ്കിൽ പിന്നെ നിങ്ങളെന്തിനാണ് ഈ മലയാള മനോരമ പത്രത്തിൽ ഇരിക്കുന്നത്? നിങ്ങൾക്ക് ദേശാഭിമാനി പോയി ജോലി ചെയ്താൽ പോരെ? നിങ്ങളെന്തിനാണ് മലയാള മനോരമയിൽ ഇരുന്നുകൊണ്ട് CPMന് വേണ്ടി പണിയെടുക്കുന്നത്? അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ദീർഘിപ്പിക്കുന്നില്ല. പിണറായി വിജയൻ മാധ്യമപ്രവർത്തകരെ അടിച്ചൊതുക്കാൻ ശ്രമിക്കുമ്പോൾ, പിണറായി വിജയൻ മാധ്യമപ്രവർത്തകരുടെ വായടപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ, പിണറായി വിജയൻ ഭരണഘടനാ വിരുദ്ധമായി ആർട്ടിക്കിൾ 19-നെതിരായി പ്രവർത്തിക്കുമ്പോഴും പിണറായി വിജയന് വേണ്ടിയും CPMന് വേണ്ടിയും പ്രവർത്തിക്കുന്ന മാധ്യമപ്രവർത്തകർ കേരളത്തിലെ മാധ്യമ മേഖലയിലുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും നഗ്നമായ ഉദാഹരണമാണ്, അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത തെളിവാണ് ഈ സുജിത് നായർ എന്ന് പറഞ്ഞ മനോരമയുടെ തിരുവനന്തപുരത്തെ ഏറ്റവും മുതിർന്ന ഈ ലേഖകൻ ആ മലയാള മനോരമ പത്രത്തിൽ ഇരുന്നു കൊണ്ട് CPMനെയും പിണറായി വിജയനെയും അലക്കി വെളുപ്പിക്കാനും വെള്ളപൂശാനും നടത്തുന്ന ശ്രമം എന്ന് മാത്രമേ എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ. അതുകൊണ്ട് ഇത് കേരളത്തിലെ മലയാള മനോരമയുടെ വായനക്കാരൊക്കെ തന്നെ ഇത് മനസ്സിലാക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതായത് CPMന് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ ഒളിച്ചു കിടത്തുന്ന ഒരു മാധ്യമപ്രവർത്തകനാണ് ഈ സുജിത് നായർ. അതുകൊണ്ടാണ് മലയാള മനോരമയിൽ CPMന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു തുരപ്പനെലിയാണ് ഈ സുജിത് നായർ എന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത്.